തീർച്ചയായിട്ടും begini. ಉತ್ತಮ ಗಳಿಗೆಯಾಗಿ IVF ನನಗೆ ತಾಯಿಯಾಗುವ ಉತ್ತಮ ಅವಕಾಶ ನೀಡಿದೆ. ಇಂದಿನ IVF ಸುಧಾರಿತ ತಂತ್ರವು ಮಗುವಿಗೆ ನೈಸರ್ಗಿಕ ಗರ್ಭದ ವಾತಾವರಣವನ್ನು ನೀಡುತ್ತದೆ. ಇಂದಿನ IVF ಸಂತೋಷದ ಹಾದಿ. ಬಿರುಗಾಳಿ ಮತ್ತು ಸಮುದ್ರದ ನೀರಿನಿಂದ ಇದನ್ನು ಯಾವುದು ಪ್ರೊಟೆಕ್ಷನ್ ಮಾಡುತ್ತೆ ಅಂತ ಗೊತ್ತಾಜಿ? ಜಿಂಪಾರ್ ವಿರಾಟಿ ಈಗ ನಿಮ್ಮ ಮನೆಯ ಪೇಂಟ್ನಲ್ಲೂ ಇದೆ. ಏಷಿಯನ್ ಪೇಂಟ್ ಮತ್ತು ಪ್ರೊಟೆಕ್ಟ್ ನಮ್ಮಿಂದ ಬಂದಿದೆ. ಇದು ಪ್ರೊಟೆಕ್ಟ್ മത്സരിക്കാൻ 100 വയസ്സ് വരെയുള്ള എല്ലാ പ്രായക്കാരെയും ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. അവർ തമ്മിൽ മത്സരിക്കുന്നത് $2 ലക്ഷം വേണ്ടിയാണ്. ഒരു ടീമിൽ എല്ലാവരും പുറത്താകുന്നു വരുന്നുണ്ട്. 76 എറിയാൻ നോക്കുകയാണ്. നിങ്ങൾ മിസ്സാക്കി. അയ്യോ മാനേജ്. ഇതിനോട് 3 സീരിയസ് മാത്രമുള്ളത്. ആകെ ബഹളമയമാണ്. എനിക്കൊരു കുറവാണ്. അവസാന റൗണ്ടിൽ കളിയിൽ ചെറിയൊരു മാറ്റം വരുത്താൻ പോവുകയാണ്. അടുത്ത റൗണ്ടിൽ ഓരോ ടീമിൽ നിന്നും 2 ക്യാപ്റ്റന്മാർ മാത്രമേ മത്സരിക്കുകയുള്ളൂ. കൂടാതെ 2 ഭാഗങ്ങൾ പുറത്താകുന്നവരെ കളി തുടരും. അതായത് 2ാം റൗണ്ടിൽ നിങ്ങൾ പകുതി പേരും തിരിച്ചു പോകുന്നതായിരിക്കും. പറ്റില്ല. പക്ഷേ ഒരു രസകരമായ ചോദ്യമാണ്. നല്ല രസകരമായ ചോദ്യം. ഇവര് തന്നെ നിൽക്കും. കേൾക്കുന്നുണ്ടെങ്കിൽ ഞാൻ ചെയ്യാൻ പോകുന്ന എല്ലാ കാര്യങ്ങൾക്കും ഒരുപാട് സോറി.
ಸೀಲಿಂಗ್ ಇಷ್ಟ ಆಯ್ತಾ? ಇಟ್ಸ್ ವಾವ್. ಹಾಗಾದ್ರೆ ಪ್ರಕಾಶ್ಗೆ ಕೂಡ ಹೇಳು. ಜಿಪ್ರಾಕ್ ಸೀಲಿಂಗ್ ಇದು ಸೇಮ್ ಗೋವಿಂದದ್ದು. ಪಕ್ಕದವರು ಅಸೂಯೆಪಟ್ಟರೆ ಅವರಿಗೆ ಬ್ಯೂಟಿಫುಲ್ ಸೀಲಿಂಗ್ ಬೇಕಿದೆ. ಜಿಪ್ರಾಕ್ ಹಾಕಿಸಿಕೊಳ್ಳಿ ಅಂತ. ഹലോ മച്ചന്മാരെ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് എക്സ്പ്ലെയിനർ. നമ്മൾ എന്തിനാണ് കഥകൾ കേൾക്കുന്നത്? കഥ കേൾക്കുമ്പോൾ നമുക്കൊരു എൻജോയ്മെന്റ്, ഒരു സന്തോഷം ഇതൊക്കെ കിട്ടുമല്ലോ. എന്നാൽ ചില കഥകളുണ്ട്, അതിന് യാതൊരു യോജിക്കുന്നുണ്ടാവില്ല. അതൊരു മാന്യ ലോകമാണ്. ഇങ്ങനെയുള്ള കഥകൾ കാണുന്ന സമയത്ത് ആദ്യം നമ്മുടെ യോജിക്കും അതൊരു മതിയുണ്ട്. എന്നിട്ട് ആ ലോകത്തിൽ ആ കഥകളെ ഒരുപാട് കഥകൾ പറഞ്ഞുള്ളത് അതുപോലൊരു കഥയാണ്. 5 ദിവസം ബാക്കിയാണ് എന്ന് കരുതി ആ കഥ കേൾക്കണമെന്നില്ലാതെ ഈ കഥ മനസ്സിലാവാനായിട്ട് വളരെ ചെറിയ സമയത്തിൽ കുറച്ച് കഥകളുള്ള കാര്യം തകർന്ന് പരിക്രമമാണ് ഈ കഥയിൽ അവരുടെ ഒരു സ്ഥലത്തേക്ക് പാർട്ടിയായിരുന്നു. നമ്മൾ അപ്രൂവ്യമായി ആ കുട്ടിയെ മോറോലാൻഡ് എന്ന് പേരുള്ള ചെറിയൊരു ദ്വീപിലേക്കാണ്. അതിന് ജീവൻ എന്നുള്ള ആ ഒരു കുട്ടി ആ ദ്വീപിൽ വളരെയാണ്. ആ ദ്വീപിൽ ആകെയുള്ളത് ഒരു 4 പേരാണ്. അവിടെ ഉണ്ടായിരുന്ന വീട് അവനെ മകളെ പോലെ തന്നെ നോക്കി. അതുപോലെ തന്നെ അവിടെ ഉണ്ടായിരുന്നതാണ് ലൂക്കാസ് എന്ന പേര്. ആളാണെങ്കിൽ അവനെ ഒരു ഗാർഡിയനെ പോലെ നോക്കുകയാണ്. അവന് വേണ്ടി എല്ലാം ലൂക്കാസ് ചെയ്തു കൊടുത്തു. അങ്ങനെയിരിക്കും അവരുടെ ദ്വീപിലെ കുറച്ചപ്പുറത്തായിട്ട് വലിയൊരു രാജ്യമുണ്ട്. അവരുടെ രാജ്യവുമായിരുന്നു അതുപോലെ തന്നെ കുറേയധികം കുട്ടികളെ കാണാതാവാണ്. അപ്പൊ അവരെ തേടി കണ്ടുപിടിക്കാനായിട്ട് കുട്ടികളുടെ ചെയ്യുന്നു. അതുപോലെ തന്നെ അവന്റെ അമ്മയായ ലൂക്കാസ് ഉണ്ടാക്കിയ ഒരു മാന്ത്രിക ട്രെയിൻ എഞ്ചിനുണ്ട്. ഇതിന്റെ പുറത്ത് കയറിയിട്ട് ഒരുപാട് സ്ഥലങ്ങളിലേക്ക് പോവാണ്. അത്ഭുതകരമായ കാഴ്ചകളുള്ള വലിയൊരു വനം, പിന്നെ വലിയൊരു രാക്ഷസനുള്ള വലിയൊരു മരുഭൂമി, അതുപോലെ തന്നെ മാജിക്കൽ ഗുഹ, ഇതെല്ലാം കിടന്ന് വലിയൊരു ചുവട്ടിലാണ്. അവിടെയാണ് ഒരുപാട് ഡ്രാഗൺസ് ഉള്ളത്. ആ ഡ്രാഗൺസിൽ ഒരാളാണ് മിസസ് ഗ്രേറ്റ്. നല്ല വിവരം വിദ്യാഭ്യാസമുള്ള ഒരു ഡ്രാഗൺ ആണ് കേട്ടോ. ആ ഡ്രാഗൺ ആണ് കുട്ടികളെല്ലാം അങ്ങോട്ടേക്ക് തട്ടിക്കൊണ്ടുപോയിട്ട് അവർക്ക് കുറെ കാര്യങ്ങൾ പഠിപ്പിച്ചു കൊടുത്ത് ഡ്രാഗൺസിന്റേതായിട്ടൊരു ലോകം ഉണ്ടാക്കാൻ അവൾ നോക്കുകയായിരുന്നു. എന്നാൽ ആ സമയത്ത് അങ്ങോട്ടേക്ക് എത്തിയ ലൂക്കാസും ചെയ്യുന്നു പുറത്താകുന്നവരെ കളി തുടരും. അതായത് 2ാം റൗണ്ടിൽ നിങ്ങൾ പകുതി പേരും തിരിച്ചു പോകുന്നതായിരിക്കും. പറ്റില്ല, പക്ഷേ ഒരു രസകരമായ ചോദ്യമാണ്. നല്ല രസകരമായ ചോദ്യം. ഇവര് തന്നെ താല്പര്യം. ഓക്കെ, അപ്പോ 65ഉം 20ഉമാണോ ഉദ്ദേശിക്കുന്നത്? കേൾക്കുന്നുണ്ടെങ്കിൽ ഞാൻ ചെയ്യാൻ പോകുന്ന എല്ലാ കാര്യങ്ങൾക്കും ഒരുപാട് എന്നോട് ക്ഷമിക്കണം. ജെൻസി, നിങ്ങൾ റെഡിയാണോ? പ്രൈമേറ്റ്, നിങ്ങൾ റെഡിയാണോ? ഓൾഡീസ്, നിങ്ങളോ? സീനിയേഴ്സ്, നിങ്ങൾ റെഡിയാണോ? 3, 2, 1, go! അവർ മാത്രം ബാക്കിയുണ്ട്. അവർ പ്രായമായവരുടെ ഒരു ട്രെയിൻ കാണിച്ചില്ല. 40 വയസ്സിന് മുകളിലുള്ള എല്ലാവരും ഇപ്പോൾ പുറത്തായിരിക്കും. നിങ്ങളുടെ വീഴ്ചപ്പെട്ടോ? ഒരു ചാമ്പ്യനെ പോലെ കൈകാര്യം ചെയ്തു. എന്റെ ഫാമിലിയെ സഹായിക്കണം. 5 മിനിറ്റ് കഴിഞ്ഞിട്ട് ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ട് വരും. പരിപാടി കല്യാണം 10 മിനിറ്റ് കഴിഞ്ഞ് വാ. എല്ലാ പ്രായക്കാരെയും 5 തിരഞ്ഞെടുത്തത്. എന്റെ ദൈവം. നല്ല ആളുകളെ ഈ ചാലഞ്ച് ഒരു ബാക്കി 2 ടീമുകൾ എലിമിനേറ്റ് ആകും.